പ്രിയ മിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ തുടങ്ങാം. 15 വർഷങ്ങൾക്ക് മുൻപ് വില്വാദ്രിനാഥനെ തൊഴുതു വലം വെച്ച് പടിഞ്ഞാറെ നടയിറങ്ങുകയായിരുന്നു അരുന്ധതി. കുട്ടികളായ ദേവനും ഹരിയും ജാനകിയും കൂടെയുണ്ട്. ദേവനും ഹരിയും കൂടി അനിയത്തിയെ മധ്യയാക്കി കൈപിടിച്ച് പടികൾ ഓടിയിറങ്ങുകയാണ്. മോനെ, ജാനകിയെ വീഴിക്കല്ലേ ദേവ, അരുന്ധതി പിന്നിൽ നിന്ന് വിളിച്ചറിയിച്ചു. അപ്പോഴാണ് മുകളിലേക്ക് പടികൾ കയറി വന്ന പിഷാരടി ചോദിച്ചത്, അമ്മയും കുട്ടികളുമേ തൊഴാൻ വന്നുള്ളോ? നാരായണൻ മാഷ് എന്തേ യാത്രയിലാണോ? ദേശക്കാർക്ക് വേണ്ടിയുള്ള യാത്രയാണല്ലോ എപ്പോഴും. അരുന്ധതിയുടെ മുഖം ഇരുണ്ടു. ഇപ്പോ ഇല്ലത്ത് പോയിരിക്കുക. ടീച്ചർ പോയില്ലേ? ഞാനെങ്ങനെ അവിടേക്ക് പോവാറില്ലെന്നറിയാമല്ലോ. രാവിലെയും വൈകുന്നേരം ട്യൂഷനുണ്ട്. പിന്നെ അത്യാവശ്യക്കാർക്ക് പണം കടം കൊടുത്ത് സഹായിക്കാറുണ്ടെന്നും പിഷാരടിക്ക് അറിയാമല്ലോ. ആരേലും തേടി വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലാതിരുന്നാലും ശരിയാവില്ല. എല്ലാറ്റിനും ഉപരി 5 സഹോദരിമാരുടെ ഒറ്റ സഹോദരനല്ലേ അദ്ദേഹം. ഞാനൊപ്പം ചെല്ലണത് അമ്മയ്ക്കും സഹോദരിമാർക്കും അത്ര സുഖമല്ലതാൻ. പിന്നെ എന്തിനാ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത്? 2 ദിവസമായി പോയിട്ട്. അവിടെ ഭാഗം നടക്കുക. വഴിയരികിനോട് ചേർന്നുള്ള 50 സെന്റ് ഇല്ലവും സ്വന്തം പേരിൽ ആക്കിയിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അകലൂരായി ഇല്ലം. അവിടെ വലിയ സ്ഥലത്തിന് വിലയൊന്നും കിട്ടില്ല എന്നറിഞ്ഞൂടെ. എന്നാലും അവനോന്റെ ഇത്തിരി ഉള്ളത് എന്തിനാ പാഴിൽ കളയണത്? സ്നേഹം കൊണ്ട് 3 കുട്ടികൾ വളർന്നു വരികയല്ലേ. പിഷാരടിയുടെ ചുണ്ടിൽ ചിരിയൂറി. അരുന്ധതി പടികളിറങ്ങി. വാടക വീടിന്റെ ഗേറ്റിൽ എത്തും മുമ്പേ പകൽവെട്ടം പൊലിഞ്ഞിരുന്നു. മുറ്റത്തെത്തുമ്പോൾ അയൽക്കാരിയായ ബീവാത്തു കാത്തു നിൽക്കുന്നുണ്ട്. എന്തേ ബീവാത്തുമ്മ? മോടെ കെട്ടിയോൻ വന്നിട്ടുണ്ട് ടീച്ചറെ. അവനിപ്പോ അത്യാവശ്യമായിട്ട് 1000 രൂപ വേണം. അവൻ കെട്ടിയോളെയും കുട്ടികളെയും കൂട്ടിയാ വന്നത്. കാശില്ലെങ്കിൽ അവൻ എന്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകുവാന്ന്. സന്ധ്യക്കൊക്കെ കയറി വന്ന് കാശ് ചോദിച്ചാ ടീച്ചർ തരില്ല എന്ന് ഞാൻ പറഞ്ഞതും ഓൻ കേക്കണ്ടേ. സന്ധ്യ ആയതുകൊണ്ട് മാത്രമല്ല, 1000 രൂപയിൽ കൂടുതൽ ഞാൻ ഈ വീട്ടിൽ വെക്കാറില്ല. തലേന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുത്തു വെക്കും. അല്ലാതെ മുട്ടുമ്പോ ഓടി വന്നിട്ട് ഒരു കാര്യവുമില്ല ബീവാത്തു. പറയണ പലിശ തരണമല്ലേ ടീച്ചറെ? മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അരുന്ധതിക്ക് ശുണ്ഠി വന്നു. അവൾ മക്കളുടെ നേരെ തിരിഞ്ഞു. ദേവ, വേഗം വിളക്ക് വെക്ക്. എന്നിട്ട് അനിയനെയും അനിയത്തെയും കൂട്ടി നാമം ചോദിച്ചോളൂ. അത് കഴിഞ്ഞ് 8:30 വരെ ഇരുന്ന് പഠിക്കണം. ഇന്ന് വെള്ളിയാ. നാളെയും മറ്റന്നാളും ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ച് ഉഴപ്പല്ലേ. ഇന്നത്തെ ഹോംവർക്കുകൾ ഇന്ന് തന്നെ തീർത്തു വെച്ചോണം ഏട്ടനും അനിയത്തിയും. പറഞ്ഞിട്ട് വീടിന്റെ താക്കോലും ദേവന്റെ നേർക്ക് നീട്ടി. അവൻ അത് വാങ്ങി അകത്തേക്ക് ഓടി. പുറകെ അനിയനും അനിയത്തിയും. 5000 നാളെ തരുമെന്ന് വെച്ച മകളോടും കെട്ടിയോനോടും കൂടി കുട്ടികളോടും ഇന്നൊരു രാത്രി പുരയിൽ തങ്ങാൻ പറഞ്ഞോളാം ടീച്ചറെ. പക്ഷേല് അടുക്കളയിൽ 1 മണി അരിയില്ല. പലവ്യഞ്ജനങ്ങൾ ഒന്നുമില്ല. വന്നതുങ്ങളെ അത്താഴപ്പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. ഒരു 100 രൂപയെങ്കിലും കടം തരണം ടീച്ചറെ. ബാപ്പയില്ലാത്ത 3 പെൺകുട്ടികളാ ഈ ഉമ്മച്ചിക്ക്. ഞാൻ ഒരുത്തി വേണം ഒരു കുടുംബം നയിക്കാൻ. വയസ്സ് 58 എനിക്ക്. പണിയെടുത്ത് വയ്യാണ്ടിരിക്കുകയാണ് ടീച്ചറെ. ബീവാത്തുന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുണയ്ക്കാൻ ആണില്ലാതെ വരുമ്പോഴും ആണിന് കഴിവില്ലാതെ വരുമ്പോഴും പെണ്ണ് കരുതലുള്ളവളാണോ ഉമ്മ? എണ്ണിപ്പറക്കി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കുട്ടികൾക്ക് അച്ഛനുണ്ട്. അദ്ദേഹം അധ്യാപകനുമാണ്. പക്ഷെ ശമ്പളത്തിൽ പാതി ഇല്ലത്ത് കൊണ്ടുപോയി കൊടുക്കും. അമ്മ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം ഒഴിച്ചുള്ള മക്കളെല്ലാം പെണ്ണുങ്ങളാ. ഞാൻ തടഞ്ഞാ നിൽക്കത്തില്ല. ആര് വന്ന് കൈനീട്ടിയാലും വെറുതെ അയക്കത്തില്ല അദ്ദേഹം. എന്താപത്ത് പറഞ്ഞ് ആര് വന്ന് വിളിച്ചാലും കൂടെ ഇറങ്ങി പോവുകയും ചെയ്യും. നാരായണൻ മാഷ് ഈ ദേശക്കാരിക്ക് പടച്ചമ്പരാനെ പോലെയാ ടീച്ചറെ. നിങ്ങൾക്കൊരു വിഷമം വന്നാല് ഈ ദേശക്കാര് മൊത്തം ഈ വീട്ടുമുറ്റത്തുണ്ടാകും കേട്ടോ. ദേശക്കാര് വന്ന് കുറച്ച് കണ്ണീരൊഴുക്കിയ ഞങ്ങളുടെ വിശപ്പ് മാറുമോ? എന്റെ കുട്ടികൾ പഠിക്കോ ഉമ്മ? അതുങ്ങളും ഞാനും വസ്ത്രം ധരിക്കോ ഉമ്മ? ഭരണവർഷം പെൻഷനാവും അദ്ദേഹം. എന്നേക്കാൾ 18 വയസ്സിന് മൂത്ത ആളാ. ഇല്ലത്തെ കഷ്ടതകൾ കൊണ്ടാ എന്റെ അച്ഛൻ എന്നെ കൂടെ അയച്ചത്. മാഷിന്റെ സാമർഥ്യവും പരിശ്രമവും കൊണ്ട് ടീച്ചർക്ക് ഈ ജോലിയായില്ലേ. മാഷ് പെൻഷൻ പറ്റിയാലും ടീച്ചർക്ക് സ്വന്തം കുട്ടികളെ നോക്കാനുള്ള പ്രാപ്തിയായല്ലോ. ജോലി കിട്ടിയതിന്റെ പഠിപ്പും പ്രാപ്തിയും കൊണ്ട് തന്നെ അഭിവാത്തുമ്മ. അത് മറന്ന് സംസാരിക്കല്ലേ. എന്തായാലും നിങ്ങളെ പടച്ചോൻ കാക്കും ടീച്ചറെ. കരയണ്ട. നിങ്ങളെപ്പോലെ ഞാൻ കരയോ? അരുന്ധതി ചിരിച്ചു. എനിക്കതിന് മനസ്സില്ല. ആ, ബീവാത്തു ചുറ്റും കണ്ണോടിച്ചു. ഇരുട്ടായി ടീച്ചറെ. എനിക്കൊരു 100 രൂപ
ഇന്നത്രയും മതി. നാളെ 5000-ന് വരുമ്പോൾ ഞാൻ പണയം കൊണ്ടുവരാം. അത് ശരി, അപ്പോ പണയം കൂടാതെയാണോ നിങ്ങൾ പണത്തിന് വന്നത്? അതെ ടീച്ചറെ, മോള് കരഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഓടുകയായിരുന്നു. എങ്കിലേ ഇന്ന് 30 വെള്ളിയാ. ത്രിസന്ധ്യയും വിളക്ക് വെച്ച് കഴിഞ്ഞു. ഇനി 4 ഉറുപ്പിക ഞാൻ പെട്ടിന്ന് എടുക്കില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. കുടുംബം മുഴുപ്പട്ടിണിയാവും ടീച്ചറെ. 100 രൂപയല്ലേ വേണ്ടൂ? അത് ഈ അയൽപ്പക്കത്ത് ആരോടെങ്കിലും വാങ്ങാൻ കഴിയും. ഇല്ലാന്ന് വെച്ചാൽ കടയിൽ നിന്ന് അരിയും പലവ്യഞ്ജനവും കടമായി കിട്ടുമല്ലോ. നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലി അരച്ച് കരഞ്ഞാലും ഈ നേരത്തെ ഞാൻ പണം തരില്ല. തന്നാൽ തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല, പെട്ടിയിലുള്ളത് നാനാവിധമായി നശിച്ചു പോവുകയും ചെയ്യും. എന്റെ അച്ഛൻ പറഞ്ഞത് എനിക്കറിയാം. 3 ചെറിയ കുട്ടികളാ. എനിക്ക് മൂത്തവൻ ദേവന് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഇളയവൻ ഹരിക്ക് 8, ജാനകിക്ക് 5 വയസ്സേ ഉള്ളൂ. ഇതുങ്ങളെ ഒരു നിലക്കെത്തിക്കാൻ ഞാനിനി എത്ര കാലം കഷ്ടപ്പെടണമെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഉമ്മ പൊയ്ക്കോളൂ, ഇരുട്ടായിരിക്കണു. എനിക്കച്ഛാ സന്ധ്യാവന്ദനത്തിന് സമയമായി. അരുന്ധതി തിരിഞ്ഞ് തിടുക്കത്തിലകത്തേക്ക് നടന്നു. ഉമ്മറത്ത് കത്തിച്ച നിലവിളക്കിന് മുന്നിൽ കുട്ടികൾ ഹരിനാമകീർത്തനം തുടങ്ങിയിരുന്നു. അത് പൂർത്തിയാക്കി ഗ്രഹപാഠവും അവസാനിപ്പിച്ച ശേഷമാണ് മൂവരും ഊണുമേശക്കരികിലെത്തിയത്. നിങ്ങളുടെ അച്ഛൻ ഇന്നും വരുമെന്ന് തോന്നുന്നില്ല. അച്ഛമ്മയുടെയും അമ്മായിമാരുടെ അരികിലെത്തിയാൽ വേളിയും കുട്ടികളും ഉള്ള കാര്യം മറക്കുമല്ലോ. വെറുതെ ഞാൻ ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ചു. ഇനി അത് വെള്ളച്ചോറായി ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അരുന്ധതി പരാതിപ്പെട്ടു. ഞാൻ കഴിച്ചോളാം അമ്മേ, ദേവൻ അറിയിച്ചു. വേണ്ട, വെള്ളച്ചോറുണ്ട ബുദ്ധി കെട്ടുപോകുമെന്നാ പറയണത്. അല്ലാതെ തന്നെ നിനക്ക് ബുദ്ധി തീരെയില്ല. ഹരിക്ക് എല്ലാ വിഷയങ്ങൾക്കും 100-ൽ 100. നിനക്ക് ഒരെണ്ണത്തിന് പോലും 50 തികച്ചില്ല. അമ്മയുടെ മറുപടിയിൽ അവന്റെ മുഖം താണു. എങ്കിലും ഒരു പരിഭവം ഭാവിക്കാതിരുന്നില്ലവൻ. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണത് ഞാനല്ലേ. ഹരി സ്വന്തം കുപ്പായം പോലും നനച്ചിടത്തില്ലല്ലോ. ഹരി നിന്നേക്കാൾ 2 വയസ്സിന് ഇളയതല്ലേടാ. നിന്റെ അനിയനല്ലേ. നീയല്ലേ അവനെയും ജാനകിയെ നോക്കേണ്ടത്. അവരുടെ തുണി നനച്ചു കൊടുത്തത് കൊണ്ടോ അടുക്കളയിൽ അമ്മയെ സഹായിച്ചത് കൊണ്ടോ ഒരു തെറ്റുമില്ല. ഒപ്പം പഠിക്കാൻ കൂടി വേണമെന്ന് മാത്രം. പിന്നീട് ദേവൻ ശബ്ദിച്ചില്ല. അച്ഛന്റെയും അച്ഛൻ്റെ ഇല്ലത്തുള്ളവരുടെയും സ്വഭാവമാണ് നിനക്ക്. എന്തിനും സ്വന്തം കാര്യം സിന്ദാബാദ്. അച്ഛൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞല്ലോ. 2 ലീവും തുലച്ചു. ഇന്നും വരണ ലക്ഷണമില്ല. അമ്മ പറയും നാളെ ശനിയും മറ്റന്നാൾ ഞായറുമല്ലേ, ക്ലാസ് ഇല്ലല്ലോ. അതുകൊണ്ട് തിങ്കളാഴ്ച വെളുപ്പിനെ പോയാൽ മതിയെന്ന്. ഞാനിവിടെ തനിച്ചാണെന്ന കാര്യം അവർക്കറിയേണ്ട കാര്യമില്ലല്ലോ. അറിയേണ്ട ആൾക്ക് ആ ഓർമ്മയില്ലെങ്കിൽ എന്താ കാട്ടുക? ഞാനൊരാൾ തനിച്ച് എന്തു ചെയ്യും? 2 തലയും കൂട്ടിമുട്ടിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നത്. പറഞ്ഞു വന്നപ്പോൾ അരുന്ധതിക്ക് അസഹ്യതയായി. അവൾ ശക്തിയിൽ കിതയ്ക്കാൻ തുടങ്ങി. ഹരിയും ജാനകിയും ഊണ് കഴിഞ്ഞതും കൈ കഴുകിച്ചെന്ന് കിടക്കയിൽ കിടന്നു. ദേവൻ അമ്മയെ സഹായിക്കാനായി ഒപ്പം നിന്നു. എനിക്കിന്ന് തീരെ വയ്യ, അരുന്ധതി അവനോട് പറഞ്ഞു. പാത്രങ്ങളൊക്കെ നീ തന്നെ കഴുകി വെച്ചോളൂ. ആൺകുട്ടികൾ കഴിയെന്ന് വെച്ച് ആണത്തമില്ലാണ്ടൊന്നും പോകത്തില്ല. നല്ല അമ്മമാര് പണി ചെയ്യിച്ചു വളർത്തുന്ന ആൺകുട്ടികളെ കൊണ്ട് അവരുടെ തുണയായി വരുന്ന പെൺകുട്ടികൾക്കും പ്രയോജനമുണ്ടാവും. ഞാൻ വയ്യാതെ കിടന്നാൽ നിങ്ങളുടെ അച്ഛൻ എനിക്ക് ഇത്തിരി ചായ ഇട്ട് തരില്ല, അറിയാവോ? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് മക്കൾക്കുള്ളത് പാഴ്സൽ വാങ്ങി കൊണ്ടു തരും. ബാക്കിയുള്ളവർ ചത്തോന്ന് പോലും തിരിഞ്ഞു നോക്കത്തില്ല. ദേവൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അരുന്ധതി അടുക്കളത്തിണ്ണയിൽ വന്നിരുന്ന് കാലിൽ 2-ലും കുഴമ്പിട്ട് തടവി. പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ കാല് കഴുകാൻ ശകലം വെള്ളം വനത്തി തരണേ മോനെ, അരുന്ധതി അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇപ്പോ തരാം അമ്മേ, ദേവൻ അറിയിച്ചു. 5 മിനിറ്റ് കൊണ്ട് അവനൊരു സ്റ്റീൽ പാത്രത്തിൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ വെച്ചു. അരുന്ധതി കാല് കഴുകി തുടച്ചു. ഈ 3 കുട്ടികളെ ഒന്ന് കരയ്ക്കെത്തുന്ന വരെ എനിക്ക് എണീച്ചു നടക്കാതെ വയ്യല്ലോ ഈശ്വര. എന്റേതുപോലൊരു കഷ്ടജന്മം ആർക്കും കൊടുക്കല്ലേ. തിരികെ ഉമ്മറക്കോലയിൽ വന്നിരുന്ന് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുമ്പോഴാണ് വാടക വീടിന്റെ ഗേറ്റിലെ കൊളുത്ത് കിലുങ്ങുന്ന ശബ്ദം കേട്ടത്. അവൾ ചാടി എഴുന്നേറ്റു. ഭാഗം കുടയുമായി ഗേറ്റ് കടന്നു വന്ന മെലിഞ്ഞു നീണ്ട ആളെ മനസ്സിലായതും ആ മുഖം ഇരുണ്ടു. ആഗതന്റെ മുഖത്തെ പുഞ്ചിരി തിരിച്ചറിഞ്ഞതും അരുന്ധതി മുഖം തിരിച്ചു. ഉമ്മറത്തെണ്ണയിൽ വെച്ചിരുന്ന കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കാൽ കഴുകിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞു പോരാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും അമ്മയ്ക്കൊരു മോഹാലസ്യം. അത് പതിവുള്ളതാണല്ലോ. മകൻ വന്നിട്ട് മടങ്ങാൻ ഇറങ്ങുമ്പോ അമ്മയുടെ ഒരു മോഹാലസ്യം. നാരായണൻ അത് കേട്ട് ചിരിച്ചു. 5 പെൺകുട്ടികൾക്കും ഒറ്റയ്ക്കൊരു ഉണ്ണിയല്ലേ ഞാൻ. കാലമിത്രയായിട്ടും പിരിയാൻ നേരം അമ്മയ്ക്ക് സഹിക്കില്ല. പാവം, ഇനി അധികകാലം ഉണ്ടാവില്ലല്ലോ. എന്നെ കണ്ട്
കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്നാ ഏതു നേരവും അമ്മയുടെ പ്രാർത്ഥന. നിറഞ്ഞ സ്വാർത്ഥതയത്. അരുന്ധതി ക്ഷോഭിച്ചു. വേളി കഴിഞ്ഞാലും മകനെ താലി കെട്ടിയ പെണ്ണിനെ വിട്ടുകൊടുക്കില്ലെന്ന ശപഥം. വേളി കഴിഞ്ഞാൽ പിന്നെ ആൺമക്കളിൽ അമ്മയ്ക്ക് അവകാശമില്ലെന്ന് ഏത് വേദത്തിലാ താൻ പഠിച്ചിരിക്കുന്നത്? നാരായണനും ലേശം ശുണ്ഠി വന്നു. വേളിക്കുള്ള അവകാശം അമ്മയ്ക്കുമുണ്ട് അരുന്ധതി. തനിക്ക് അരുന്ധതി എന്ന് പേരിട്ട അച്ഛൻ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട, അവൾ പറഞ്ഞു. സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് 2 ദിവസം ഇല്ലത്ത് എന്ന് പാർത്തിട്ടും പാകം ഇക്കുറി നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരണമെങ്കിൽ ഇനി ഈ പേരും പറഞ്ഞ് ഇവിടുന്ന് പോവാൻ പാടില്ല. മുമ്പത്തെ പോലെയല്ല അരുന്ധതി. കുട കൊണ്ട് അരപ്ലേസ് തുടച്ചിട്ട് നാരായണൻ ഇരുന്നു. ബാഗ് വേളിയെ ഏൽപ്പിച്ചു. ഇക്കുറി 4 പെങ്ങന്മാരും അവരുടെ നമ്പൂതിരിമാരും കുട്ടികളും എല്ലാം എത്തിയിരുന്നു. എല്ലാവർക്കും പണത്തിന് അത്യാവശ്യമുണ്ടായിരിക്കണമെന്നു സാരം. അപ്പൊ അനിയത്തി ദേവകിയില്ലായിരുന്നു. ബാഗ് കൊണ്ടുപോയി അകത്ത് വെച്ച ശേഷം അരുന്ധതി തിരികെ നമ്പൂതിരിയുടെ മുന്നിലെത്തി. അവളുടെ അഭാവത്തിൽ ഭാഗം നടന്നില്ലെന്നാണോ പറയുന്നത്? നമ്പൂതിരി മരിച്ചു. ദേവന്റെ അത്ര പ്രായമുള്ള ഒരു മകനുമായി തിരികെ ഇല്ലത്ത് വന്ന് കഴിയണ അവൾ എവിടെ പോവാനാ അരുന്ധതി? അപ്പൊ ഭാഗം നടന്നു. വഴിയരികിലുള്ള 50 സെന്റും ഇല്ലും സ്വന്തം പേരിൽ എഴുതിയില്ലേ? അവളുടെ മുഖം തുടുത്തു. അതെങ്ങനെ നടക്കും? 50-ൽ 30 അമ്മയ്ക്ക് അവകാശപ്പെട്ടതും 10-10 എനിക്കും ദേവയ്ക്കും അവകാശപ്പെട്ടതുമാണ്. അമ്മ ഇനി അധികകാലമില്ല എന്ന് അങ്ങ് തന്നെയല്ലേ പറയാറുള്ളത്? അമ്മയുടെ കാര്യം നോക്കേണ്ടതും ഒറ്റ മകനാണ്. അപ്പോ അമ്മയുടെ ഭാഗവും ഇവിടേക്ക് അവകാശപ്പെട്ടതാണല്ലോ. ദേവകിയുടെ 10 സെന്റിന് കുറച്ച് പണം കൊടുത്താൽ മൊത്തം 50 മാഷിന്റെ പേരിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞല്ലേ അയച്ചത്. മൊത്തം ഞാനങ്ങനെ എഴുതിയെടുത്താൽ അമ്മയും ദേവകിയും എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ അനുവദിക്കുവോ? അമ്മയുടെ കാലം കഴിയുന്നത് വരെ അവിടെ താമസിക്കാമെന്ന് ഞാൻ സമ്മതിച്ചതല്ലേ. അമ്മയും ദേവകിയും അവർക്ക് അവകാശപ്പെട്ട വകകൾ എന്റെ പേരിൽ എഴുതി തന്നിട്ട് തന്റെ സമ്മതത്തിൽ അവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഞാൻ കളമൊരുങ്ങിയാൽ ഒരു മകൻ എന്ന നിലയ്ക്ക്, ഒരു ഏട്ടൻ എന്ന നിലയ്ക്കും ഞാൻ അത്ര തരം താണവനാ. മാത്രമല്ല, അങ്ങനെ ചെയ്താൽ അമ്മയുടെ കാലശേഷം ദേവകി എങ്ങോട്ട് പോകും? ദേവകിക്ക് ഒരു ചെറുക്കനുണ്ടല്ലോ. അമ്മയുടെ കാലം കഴിയുമ്പോഴേക്കും അവൻ മുതിരില്ലേ? നമുക്ക് തരണ 10 സെന്റിനും നമ്മൾ കൊടുക്കണ പണം ബാങ്കിലിട്ടാൽ അതൊരു തുകയുമാവില്ലേ? അതുകൊണ്ട് അതുങ്ങൾക്കൊരു 10 സെന്റും ഒരു കൊച്ചു വീടും മറ്റെവിടെയെങ്കിലും വാങ്ങിക്കൊടുക്കാലോ. കഷ്ടകാലത്തിന് ഞാനങ്ങ് തട്ടിപ്പോവുകയും തന്റെ മനസ്സ് മാറുകയും ചെയ്താൽ ആ സാധുവും കുട്ടിയും തെരുവിലാവില്ലേ അരുന്ധതി? അപ്പൊ അത്രയേ ഉള്ളൂ എന്നെ വിശ്വാസം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരുന്ന ചതി പറ്റാതിരിക്കും എന്ന എന്റെ അനുഭവം. അരുന്ധതിയുടെ മുഖം ചുളിഞ്ഞു. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്താ ഇപ്പൊ ചെയ്തിട്ട് വന്നിരിക്കുന്നത്? 30 സെന്റും ഇല്ലും അമ്മയുടെ പേരിലും ബാക്കി 10 സെന്റ് ദേവകിയുടെ പേരിലും തന്നെ എഴുതി കൊടുത്തോ? നാരായണൻ മറുപടി പറയാതെ മുഖം തിരിച്ചു. സ്വന്തം പേരിലിപ്പോ 10 സെന്റ് മാത്രമേ ഉള്ളൂ ഇല്ലേ? ആ പട്ടിക്കാട്ടില് 10 സെന്റ് കിട്ടിയിട്ട് മണ്ണ് കിട്ടിയിട്ട് എന്ത് ഉണ്ടാക്കാനാ? എങ്കിൽ അതുകൂടി അവർക്ക് കൊടുത്തുകൂടായിരുന്നോ? എന്റെ അച്ഛൻ എനിക്കൊരു 10 സെന്റ് സ്ഥലം നീക്കി വെച്ചിട്ടുണ്ട് എന്റെ ഇല്ലത്ത്. അവിടെ ഞാനൊരു കൂര വെച്ചോളാം. പക്ഷെ ഞാനും 3 കുട്ടികളും അല്ലാതെ ആരും അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് മാത്രം. ഇല്ല. നാരായണൻ അരുന്ധതി ഒന്ന് നോക്കി. വരില്ല. സമാധാനമായല്ലോ? സമാധാനമായില്ല. മാഷിന്റെ പേരിലുള്ള ആ 10 സെന്റ് സ്ഥലം ഈ ആഴ്ച തന്നെ കുട്ടികളുടെ 3 പേരുടെയും പേരിൽ എഴുതണം. അല്ലാതെ പറ്റില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് അത്രയെങ്കിലും കിട്ടിയെന്ന് അതുങ്ങൾക്ക് സമാധാനിക്കാമല്ലോ. നമ്മൾ ഇപ്പോഴും വാടക വീട്ടിലാ താമസിക്കുന്നത്. വീട്ടു ചെലവുകൾ മുഴുവൻ നിർവഹിക്കുന്നത് എന്റെ ശമ്പളം കൊണ്ടാ. അങ്ങനെ പറയരുത് നീ. മാസാമാസം ശമ്പളത്തിന്റെ 2/3 ഭാഗവും ഞാൻ തന്റെ കയ്യിൽ ഏൽപ്പിക്കാനുണ്ടല്ലോ. 1/3 വയസ്സായ അമ്മയ്ക്കും വിധവയായ അനിയത്തിക്കും കൊടുക്കുന്നുള്ളൂ. ഇങ്ങോട്ട് തരുന്ന ആ 2/3 കൊണ്ട് കുട്ടികളുടെ ഡ്രസ്സും ആഹാരവും കറണ്ട് ചാർജും ടെലിഫോൺ ബില്ലും എത്ര അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ ഒപ്പിക്കുന്നതെന്ന് അറിയാമോ? എന്റെ ശമ്പളം മുഴുവൻ ഇവിടാ ചെലവഴിക്കുന്നത്. വാടക കൊടുക്കുന്നതും കുട്ടികളുടെ ഭാവിക്ക് ബാങ്കിൽ പണമിടുന്നതും അസുഖം വന്നാൽ ചികിത്സിക്കുന്നതുമെല്ലാം ഞാനാ. അവർക്ക് വയ്യാതെ വന്നാൽ മാഷ് പോലും അറിയാറില്ല. ആ സമയത്ത് അവിടുന്ന് വേറെ വല്ല രോഗികളുടെ ശുശ്രൂഷയ്ക്ക് വേറെ ഏതെങ്കിലും ആശുപത്രിയിലാവും മാഷ്. അത് വേണ്ടതല്ലേ അരുന്ധതി? നമ്മൾ മനുഷ്യരല്ലേ? മാഷെ പോലെ ഞാനും ജനസേവനത്തിനിറങ്ങിയ ഈ കുട്ടികൾ വഴിയാധാരമാവില്ലേ മാഷെ? ഇയാളും എന്നെ പോലെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വീട്ടിൽ ഒരാൾക്കേലും ജനസമ്പർക്കവും പരിജനസേവയും ആവശ്യമല്ലേ? സ്കൂൾ സമയം കഴിഞ്ഞാൽ ഞാൻ ട്യൂഷൻ എടുത്തും പണം പലിശയ്ക്ക് കൊടുത്തും കുടുംബം പോറ്റണത് കൊണ്ടാ മാഷിനിങ്ങനെ നാട്ടിൽ ദിവ്യനായി വിലസാൻ പറ്റണതെന്ന് മാത്രം മനസ്സിലാക്കുക.
അതുകൊണ്ട് ഞാൻ പറയണത് കുറച്ചെങ്കിലും ചെവിക്കൊള്ളുക. ശരി. നാരായണൻ ഒന്ന് ഇളകിയിരുന്നു. അരുന്ധതി പറയ്യ, ഞാൻ ചെവിക്കൊള്ളാം. എങ്കിൽ നാളെ തന്നെ അവിടേക്ക് ഇല്ലത്ത് എന്ന് കിട്ടിയ ആ 10 സെന്റെങ്കിലും കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക. നാരായണന്റെ മുഖം വീണ്ടും താണു. എന്തേ ഒന്നും മിണ്ടാത്തത്? അവനവന് കിട്ടിയ ഈ ചെറിയ ഭാഗം പോലും അവർക്ക് കൊടുക്കാൻ തയ്യാറല്ലേ? നിങ്ങളുടെ കൈവശം ഇരുന്ന അത് ഞങ്ങൾ അറിയാതെ ആർക്കെങ്കിലും വിറ്റു തുലയ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ പറയണത്. മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തുകൂടെ? അരുന്ധതി കേണു. നാരായണൻ പേടിയിൽ മുഖമുയർത്തി. അരുന്ധതി അല്പം മുമ്പേ ചോദിച്ചില്ലേ ആ പട്ടിക്കാട്ടിൽ 10 സെന്റ് മണ്ണ് കിട്ടിയിട്ട് എന്ത് മോക്ഷമാണ് കിട്ടുക എന്ന്? അതും കൂടി അവർക്ക് കൊടുത്തുകൂടായിരുന്നു എന്ന്? അരുന്ധതി ഒന്ന് ഞെട്ടി. ആ കണ്ണുകളൊന്ന് മിഴിഞ്ഞു. ഞാനങ്ങനെ ചോദിച്ചതിന്? അന്നേരത്തെ സങ്കടത്തിന് ചോദിച്ചു പോയതാ. അത് തെറ്റായി പോയോ? അത് തെറ്റല്ല. അരപ്ലേസിൽ നിന്ന് എഴുന്നേറ്റ് നാരായണൻ കോലായിലൂടെ നടന്നു. തന്റെ അതേ തോന്നൽ എനിക്കുമുണ്ടായി. ആ പട്ടിക്കാട്ടിലെ 10 സെന്റ് എന്തോത്തിനെന്ന്. പെങ്ങന്മാര് 4 പേരും എടുത്തത് തെക്കേ തൊടിയിലെ 40 സെന്റാ. അവരത് മൊത്തമായിട്ട് ഒരാൾക്ക് വിൽക്കുക. അപ്പോ പിന്നെ ഇതെങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. അമ്മയും ദേവകിയും അവിടെ സമാധാനമായിട്ട് ജീവിക്കുമല്ലോ എന്ന് വെച്ചാ? അരുന്ധതിയുടെ ശബ്ദം ഉയർന്നു. ഞാൻ ആ 10 സെന്റ് അമ്മയ്ക്കും ദേവകിക്കുമായി എഴുതി കൊടുത്തു. അവർ 2 പേരും എതിർത്തതാ. പക്ഷെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അമ്മയ്ക്കും ദേവയ്ക്കും എന്റെ 10 സെന്റിൽ വീഴണ നാളികേരമെങ്കിലും ഉപകരിക്കട്ടെ എന്ന് വെച്ചു. അരുന്ധതിയുടെ കണ്ണുകളിൽ നിന്ന് തീക്കനലുകൾ പാറി. നിങ്ങൾ സുഖമായി ജീവിക്കണത് ഞാൻ ഒരുത്തി കഷ്ടപ്പെടുന്നത് കൊണ്ടാ, അറിയോ നിങ്ങൾക്ക്? ആ എന്നെ നിങ്ങൾ മറന്നതിൽ എനിക്കിപ്പോ പരാതിയില്ല. പക്ഷെ നമ്മുടെ 3 കുട്ടികൾ, പ്രത്യേകിച്ചും 5 വയസ്സുകാരിയായ ജാനകി, അതൊരു പെൺകുട്ടിയാ. വരണ വർഷം മുതൽ മാഷിന് ശമ്പളം ഉണ്ടാവില്ല, പെൻഷനേ കിട്ടൂ. എങ്ങനെ ഞാൻ എന്റെ കുട്ടികളെ നല്ല നിലയ്ക്ക് എത്തിക്കും? നിങ്ങളത് ഓർക്കണ്ടേ? ഞാൻ പക്ഷെ അത് ഓർത്തേ പറ്റൂ. അതുകൊണ്ട് എന്റെ കുട്ടികളെ മറന്ന നിങ്ങൾക്കിനി മാപ്പില്ല. അവൾ അകത്തേക്ക് തിരിഞ്ഞു. അരുന്ധതി, നാരായണന്റെ തൊണ്ടയിടറി. നിൽക്കുക. തിരിഞ്ഞു നോക്കിയിട്ട് അരുന്ധതി വീണ്ടും അകത്തേക്ക് നടന്നു. തിരികെ വന്നത് ഭർത്താവ് അല്പം മുമ്പ് ഏൽപ്പിച്ച ഭാഗമായിട്ടാണ്. ഇതാ. അവൾ അത് നാരായണന് നേരെ നീട്ടി. ആകെയുള്ള 2 ജോഡി ഷർട്ടിനും മുണ്ടിനും ഒപ്പം ആ 10 സെന്റിന്റെ ആധാരം കൂടി ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തിനാ ഈ പഴന്തുണി മാത്രമായി ഈ വീട്ടിനകത്ത് സൂക്ഷിക്കണത്? ഇത് നിങ്ങൾക്ക് ഉപകരിക്കും, കൊണ്ടുപോയിക്കോളൂ. ബാഗ് വാങ്ങി അയാൾ തളർന്നുപോയി. അപ്പോ ഞാൻ വാടക കൊടുക്കണ ഈ വീട്ടിൽ എനിക്കിനി ഇങ്ങനെ ഒരു അന്ത്യത്തുണ വേണ്ട. നാരായണൻ മുഖം കുനിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക നീ. നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണ്. ഇക്കാലം അത്രയും ഞാൻ ക്ഷമിക്കുകയായിരുന്നു. ഇനി എനിക്ക് വയ്യ. ഒന്നുകൂടി ആലോചിക്ക് അരുന്ധതി. 100 വട്ടം ആലോചിച്ചാലും എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. നിങ്ങളെപ്പോലെ ആലോചനയില്ലാതെ ഞാൻ ഒന്നും ചെയ്യാറുമില്ല. നാരായണൻ വീണ്ടും തളർന്ന് അരപ്ലേസിലേക്ക് ഇരുന്നു.